പോസ്റ്റ് കാർഡിലൂടെ ഇന്നും സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് സൗഹൃദം പങ്കുവെക്കുന്ന ഒരാളെ ഇനി പരിചയപ്പെടുത്താം. ഇടുക്കിയിൽ നിന്നാണ്. എഴുത്തുപെട്ടിയും ഇൻലൻഡുമൊക്കെ പഴയ കാലത്തിന്റെ ഓർമ്മയാകുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും പോസ്റ്റ് കാർഡിൽ മുടങ്ങാതെ സൗഹൃദം പങ്കുവെക്കുകയാണ് ഇടുക്കി മുനിയറയിലെ എഴുത്തുകാരനും കവിയുമായ ആന്റണി മുനിയർ. വാട്സാപ്പും ഫേസ്ബുക്കും ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇതുപോലുള്ള കത്തുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. സൗഹൃദങ്ങളുടെയും ബന്ധുക്കളുടെയും ഒക്കെ സ്നേഹത്തിന്റെ വാക്കുകൾ വായിച്ചെടുക്കാൻ. പക്ഷെ ആധുനികതയുടെ കടന്നുകയറ്റത്തിൽ ഇത്തരം എഴുത്തുപെട്ടികൾ പൊടികേറി തുരുമ്പെടുത്തു കഴിഞ്ഞു. ഒരു പഴയ കാലത്തിന്റെ ഓർമ്മയായി അവശേഷിക്കുമ്പോഴും തന്റെ സുഹൃത്തുക്കൾക്ക് മുടങ്ങാതെ കത്തുകൾ അയക്കുന്ന ഒരാളുണ്ട് ഇടുക്കിയിൽ. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനും ഒക്കെയായ ആന്റണി മുനിയറ. എല്ലാ ക്രിസ്മസ് കാലത്തും ന്യൂ ഇയർ കാലത്തും അദ്ദേഹത്തിന്റെ കത്തുകൾക്കായി കാത്തിരിക്കുന്ന ഒരുപറ്റം സുഹൃത്തുക്കളുമുണ്ട്. ഓർമ്മച്ചെപ്പിലുണ്ട് ധന്യ സൗഹൃദത്തിന്റെ മഷിത്തണ്ടും കുഞ്ഞുമണികളും. പ്രത്യാശയുടെ വഴിയിലൂടെ നമുക്ക് സ്നേഹയാത്ര തുടരാം. ഒരാൾക്ക് എഴുതിയിരിക്കുന്ന ഒരു കത്താണ്. കത്തെന്ന് പറയാൻ കഴിയില്ല, ഇതുപോലുള്ള ഓരോ കവിതകളാണ് ആന്റണി മുനിയറ ഓരോ വർഷവും ഓരോരുത്തർക്കായി എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഈ ഒരു കാലഘട്ടത്തിൽ പഴയതുപോലെ അത്രമാത്രം കാർഡുകൾ എഴുതാൻ കഴിയില്ലെങ്കിലും തപാലിനോടുള്ള സ്നേഹം. എൻ്റെ ബാല്യകൗമാരങ്ങളിൽ എന്നെ ഒപ്പം നടത്തിയത് തപാലും പോസ്റ്റ് ഓഫീസും ഒക്കെ ആയിരുന്നു. വർഷത്തിൽ ഒരു 500 പേർക്കെങ്കിലും ഞാൻ പോസ്റ്റ് കാർഡുകൾ എഴുതാറുണ്ട്. ആ പോസ്റ്റ് കാർഡുകളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ആന്റണി മാഷ് ഈ കത്തുകൾ മാത്രമല്ല ഒത്തിരി കവിതകൾ എഴുതുന്നയാളാണ്. ഒപ്പം തന്നെ ദൂരദർശന്റെ ഇപ്പോഴും റിപ്പോർട്ടറാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്. ആന്റണി മാഷിന്റെ ആ കവിതകളിലേക്കൊക്കെ നമുക്ക് പോകാം. മുനിയറയുടെ മലമുകളിൽ ഇരുന്ന് ഇങ്ങനെ ഈ സുഹൃത്തുക്കൾക്ക് വേണ്ടി കത്തുകൾ എഴുതുക മാത്രമല്ല, ആന്റണി മുനിയറ എന്ന വലിയ എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണിത്. ഏതാണ്ട് 10 പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ. അതിലേറ്റവും ഒടുവിൽ ഇറങ്ങിയത് നിലത്തെഴുത്ത് എന്നിട്ടുള്ളതാണ്. അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവന് മണ്ണിനെ സ്നേഹിക്കാൻ പറ്റും, മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹം മരണം വരെ കൊണ്ടു നടക്കാൻ കഴിയും. മരണത്തിനപ്പുറം മറ്റുള്ളവർ നമ്മളെയും സ്നേഹിക്കും. വീഡിയോ ജേർണലിസ്റ്റ് ടോബിൻ കൊച്ചുമടത്തിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാർ, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.